കേരള സംസ്ഥാനം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. 100-ലധികം സീറ്റുകളുമായിട്ട് അധികാരത്തിലെത്താനാണ് നിലവിലെ പ്രതിപക്ഷമായ UDF കിണഞ്ഞു പരിശ്രമിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം അവർക്ക് അതിനുള്ള ആത്മവിശ്വാസം നൽകുന്നുമുണ്ട്. പ്രത്യേകിച്ചും 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൈവിട്ടുപോയ ജില്ലകൾ പലതും ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും മധ്യ കേരളത്തിൽ UDF ഉണ്ടാക്കിയ ഒരു മുന്നേറ്റമാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം പോലെയുള്ള ജില്ലകളിൽ വലിയ രീതിയിലുള്ള ഒരു UDF തരംഗമാണ് ഇത്തവണ അലയടിച്ചത്. നമുക്കറിയാം, ഈ ജില്ലകളിലൊക്കെ തന്നെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ശക്തമായ മേധാവിത്വമുള്ള ജില്ലകളാണ്. 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ UDF-ന് വലിയ തിരിച്ചടി ഉണ്ടായത് ഈ ജില്ലകളിലെ പിന്നോക്കം പോകലായിരുന്നു. എന്നാൽ 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിളക്കമാർന്ന വിജയം അത് UDF-ന് ചെറിയ ഒരു ആത്മവിശ്വാസമല്ല നൽകുന്നത് എന്നതേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ജില്ലകളിൽ എങ്ങനെയാകും ഇപ്പറയുന്ന ഓരോ മുന്നണികൾക്കും ഉള്ള ഒരു മേൽക്കൈ എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. ഇന്ന് കോട്ടയം ജില്ലയാണ് നോക്കുന്നത്. കോട്ടയം നമുക്കറിയാം, പരമ്പരാഗതമായി തന്നെ UDF-ന് അനുകൂലമായിട്ട് ചിന്തിക്കുന്ന, വിധിയെഴുതുന്ന ഒരു ജില്ലയാണ്. അങ്ങനെയാണ് ആ ജില്ലയുടെ ഒരു രാഷ്ട്രീയ ചരിത്രം. ഉമ്മൻചാണ്ടിയെ പോലെ, KM മാണിയെ പോലെയുള്ള കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെ സംഭാവന ചെയ്ത ജില്ലയാണ്. 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് അവിടെ കാലിടറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിന് തൊട്ടു മുൻപാണ് കോട്ടയം കേന്ദ്രീകരിച്ച് ഉള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗം പാർട്ടി UDF വിട്ട് LDF-ലേക്ക് ചേക്കേറുന്നത്. അത് ആ തെരഞ്ഞെടുപ്പിൽ UDF-ന് ചെറുതല്ലാത്ത ക്ഷീണമാണ് ഉണ്ടാക്കിയത്. ആകെയുള്ള 73 പഞ്ചായത്തുകളിൽ ഭൂരിഭാഗവും LDF ആണ് സ്വന്തമാക്കിയത്. 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 10 എണ്ണവും LDF നേടി. ജില്ലാ പഞ്ചായത്തിൽ 22 ഡിവിഷനുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ അഭൂതപൂർവമായ ഒരു വിജയമാണ് LDF നേടിയത്. മുനിസിപ്പാലിറ്റികളിലും LDF-ന്റെ ഒരു മേൽക്കൈയാണ് 2020-ൽ കാണാൻ കഴിഞ്ഞത്. എന്നാൽ 5 വർഷങ്ങൾക്ക് ശേഷം 2025-ലേക്ക് എത്തുമ്പോൾ ചിത്രം മാറി മറിഞ്ഞിരിക്കുന്നു. കഥ മറ്റൊന്നായിരിക്കുകയാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF-ൽ തന്നെ ഉറച്ചു നിന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ കടന്നുപോയത്. എന്നാൽ ആ ഒരു സാഹചര്യത്തിലും UDF-ന് ജില്ലയിൽ തിളക്കമാർന്ന ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു. സമസ്ത മേഖലകളിലും, ഈ ത്രിതല പഞ്ചായത്തുകളിലെ എല്ലാ മേഖലകളിലും UDF-ന്റെ ഒരു തേരോട്ടമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതാണ് ഈ പറയുന്ന UDF-ന്റെ ഒരു കോൺഗ്രസിന്റെ തിരിച്ചുവരവ് സംഭവിക്കുന്നു, മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് സംഭവിക്കുന്നു എന്ന ഒരു വിലയിരുത്തലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പഞ്ചായത്തുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 73 പഞ്ചായത്തുകളിലാണ് ഉള്ളത്. 71 പഞ്ചായത്തുകളാണ് ഉള്ളത്. അതിൽ 44 പഞ്ചായത്തുകളിലും ഇത്തവണ വിജയം നേടാൻ UDF-ന് കഴിഞ്ഞു. LDF-ന്റെ സ്വാധീനം 19 പഞ്ചായത്തുകളിലേക്ക് മാത്രമായി ചുരുങ്ങി. ബ്ലോക്ക് പഞ്ചായത്തുകൾ 11 എണ്ണമാണ്. അതിൽ കഴിഞ്ഞ തവണ 10 എണ്ണം LDF നേടിയപ്പോൾ ഇത്തവണ കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്നു. 9 ഇടത്ത് UDF-ന്റെ ഒരു അശ്വമേധമാണ് കാണാൻ കഴിഞ്ഞത്. 2 ഇടങ്ങളിൽ മാത്രമാണ് LDF-ന് ജയിക്കാൻ സാധിച്ചത്. മുനിസിപ്പാലിറ്റികളിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ 2-2 എന്ന നിലയിലായിരുന്നുവെങ്കിൽ ഇത്തവണ അത് 4-1 എന്ന നിലയിൽ UDF-ന്റെ ഒരു മേൽക്കൈ അവിടെ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഭരണം UDF തിരിച്ചു പിടിക്കുന്നു. കഴിഞ്ഞ തവണ അത് LDF 14 UDF 7 എന്നതായിരുന്നുവെങ്കിൽ ഇത്തവണ LDF 9 UDF 14 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം UDF-ന് അവരുടെ അടിത്തറ ഭദ്രമായി എന്ന് തെളിയിക്കുന്ന ഒന്നായിട്ട് മാറി. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF-ൽ ഉറച്ചു നിന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണെന്ന് ഓർക്കണം. അവിടെ LDF-ൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനാണ് കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പരിഗണന CPM കൊടുത്തത്. CPI-യെ പോലും തടഞ്ഞുകൊണ്ടാണ്, അവരെ പോലും പിണക്കിക്കൊണ്ടായിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് സീറ്റുകൾ വാരിക്കോരി കൊടുത്തത്. എന്നാൽ ആ വാരിക്കോരി കൊടുത്ത സീറ്റുകൾക്ക് പകരമായിട്ട് ഇങ്ങോട്ട് തിരികെ ഒരു വിജയം അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. വലിയ ഒരു തിരിച്ചടിയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഉണ്ടായിരിക്കുന്നത്. അവരുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിൽ ആ തെരഞ്ഞെടുപ്പ് ഫലം മാറി എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് പിന്നീട് ഒരു മുന്നണി മാറ്റ ചർച്ചകളിലേക്കൊക്കെ പാർട്ടി നേതൃത്വം പോലും കടക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ഈ പറയുന്ന ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അത് UDF-ന് അനുകൂലമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇനി 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുകയാണെങ്കിൽ അവിടെയും ഈ പറയുന്ന പോലെ LDF-ന്റെ ഒരു മേൽക്കൈയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്.
ആകെയുള്ള 9 നിയമസഭാ സീറ്റുകളിൽ UDF 4 സീറ്റുകൾ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. അത് പാലയാണ്, മറ്റൊന്ന് കടുത്തുരുത്തി, പിന്നെ കോട്ടയം, പിന്നെ പുതുപ്പള്ളി എന്നിങ്ങനെ 4 മണ്ഡലങ്ങൾ UDF വിജയിച്ചു. പാല എന്ന് പറയുന്നത് നമുക്കറിയാം മാണി വിഭാഗത്തിന്റെ ഒരു കോട്ടയായിരുന്നു. KM മാണി 50 വർഷത്തോളം സ്വന്തം തറവാട് പോലെ കാത്തു സൂക്ഷിച്ച ഒരു മണ്ഡലമാണ്. അവിടെ LDF നിന്നും സ്ഥാനാർത്ഥിയായിട്ട് എത്തിയത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ചെയർമാൻ കൂടിയായ ജോസ് കെ മാണിയാണ്. UDF അവിടെ ഇറക്കിയത് LDF ഇട്ട് എത്തിയ മാണി സി കാപ്പനെയാണ്. മാണി സി കാപ്പൻ ഏതാണ്ട് 14,000-ലധികം വോട്ടുകളുടെ മൃഗീയ ഭൂരിപക്ഷത്തിന് ജോസ് കെ മാണിയെ തറപറ്റിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് ഈ KM മാണിയുടെ ഭരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഈ പറയുന്ന ഈ മാണി സി കാപ്പൻ വിജയിച്ചു വരുന്നത്. പിന്നീട് കടുത്തുരുത്തി അത് മുൻസി ജോസഫിന്റെ മണ്ഡലമാണ്. കോട്ടയം അത് പരമ്പരാഗതമായി തന്നെ UDF പിന്തുണയ്ക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലമാണ്. മറ്റൊന്ന് പുതുപ്പള്ളി, ഉമ്മൻചാണ്ടിയുടെ സ്വന്തം തട്ടകം. അവിടെ കഴിഞ്ഞ 45 വർഷത്തിലധികമായിട്ട് 50 വർഷത്തോളമായിട്ട് ഉമ്മൻചാണ്ടിയാണ് വിജയിച്ചു വരുന്നത്. അങ്ങനെ ആ 4 മണ്ഡലങ്ങൾ UDF വിജയിച്ചു. വൈക്കം, ഏറ്റുമാനൂര്, ചങ്ങനാശ്ശേരി, പൂഞ്ഞാറ് പോലെയുള്ള മണ്ഡലങ്ങൾ LDF വിജയിച്ച് 5-4 എന്ന നിലയിൽ ഒരു ലീഡാണ് LDF 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. എന്നാൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ ആ ചിത്രം പൂർണ്ണമായിട്ട് മാറുകയാണ്. ആകെയുള്ള 9 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതാണ്ട് 7ഓളം സീറ്റുകളിൽ UDF ഒരു അപ്രമാദിത്വമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. LDF വെറും 2 ഇടങ്ങളിൽ മാത്രമാണ് ലീഡുള്ളത്. അതിൽ ഒരിടത്ത് മാത്രമാണ് കംഫോർട്ടബിൾ ആയിട്ട് പറയാവുന്ന ഒരു 5000-ന് മുകളിൽ ഒരു മെജോറിറ്റി ഉള്ളത്. മറ്റ് ഒരു സീറ്റിൽ അത് 2000-ഓളമാണ് ലീഡ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അത് വൈക്കമാണ്. അവിടെ വൈക്കത്ത് CPIയുടെ സീറ്റാണ്. അവിടെ കേവലം 2000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് LDF അപ്പോൾ നോക്കുമ്പോൾ മൊത്തത്തിൽ ഒരു 6 മുതൽ 7 വരെ സീറ്റുകളിൽ UDF വലിയൊരു അപ്രമാദിത്വം, വലിയൊരു മേൽക്കൈ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതേ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ, വിധിക്കുകയാണെങ്കിൽ UDF ഒരു വലിയ തരംഗമായിരിക്കും കോട്ടയം ജില്ലയിൽ കാണാൻ കഴിയുക. ഒരു ക്ലീൻ സ്വീപ്പ് അവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ കോൺഗ്രസിന്റെ സമുന്നത നേതാവ് ജനകീയനായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ മരണം സംഭവിച്ചത്. അതിന് പിന്നാലെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് പുതുപ്പള്ളിയിൽ വേണ്ടി വന്നു. മകൻ ചാണ്ടി ഉമ്മനാണ് അവിടെ രംഗത്തിറങ്ങിയത്. 2021 ഏതാണ്ട് 9,000-ലധികം ഭൂരിപക്ഷത്തിനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിജയം. അദ്ദേഹത്തിന് ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തെക്കാളും ഒക്കെ കുറഞ്ഞ ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൽ അതിന്റെ 4 ഇരട്ടിയിലധികം ഭൂരിപക്ഷം നൽകിയാണ് പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഉമ്മൻചാണ്ടിയോടുള്ള ആദരവ് പ്രകടിപ്പിച്ചത്, ചാണ്ടി ഉമ്മനെ വിജയിപ്പിച്ചത്. 37,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ആ ഉപതെരഞ്ഞെടുപ്പിൽ UDF അവിടെ നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിൽ UDF അവിടെ അടിത്തറ വിപുലമാക്കിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതും. അവിടെ ഒറ്റക്കെട്ടായിട്ട് UDF നിന്ന് അവിടെ വിജയം നേടുകയും ചെയ്തത്. 2020 പുതുപ്പള്ളി മണ്ഡലത്തിന് കീഴിൽ വരുന്ന പഞ്ചായത്തുകളിലൊക്കെ തന്നെ LDF ആണ് മുന്നേറ്റം നടത്തിയതെങ്കിൽ ഇത്തവണ അവിടെയൊക്കെ തന്നെ കാര്യങ്ങൾ തിരിച്ചു പിടിക്കാൻ UDF കഴിഞ്ഞു. പുതുപ്പള്ളി മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും വിജയിക്കാൻ UDF സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ മധ്യകേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയായ കോട്ടയത്ത്, അക്ഷരനഗരിയായ കോട്ടയത്ത് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ അത് UDF ഒരു അപ്രമാദിത്വമാകും അവിടെ കാണുക. അതിനായിരിക്കും കോട്ടയം ജില്ല സാക്ഷ്യം വഹിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചുരുങ്ങിയത് ഒരു 7 സീറ്റുകൾ വരെയെങ്കിലും UDF നേടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒക്കെ തന്നെ വിലയിരുത്തുന്നത്.